തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു. നഗരസഭാ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. കുറഞ്ഞ കാലം കൊണ്ട് ജനകീയ ചെയർമാൻ എന്ന ഖ്യാതി നേടിയ സനീഷ് ജോർജ് നഗരസഭാ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെയാണ് രാജിവെച്ചത്. തനതായ ശൈലിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തി സാധാരണക്കാരുടെ ചെയർമാൻ എന്ന പേരിനർഹനായ സനീഷ് ജോർജ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. കുമ്പങ്കല്ലിലെ ഒരു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ജീവനക്കാരൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ 2ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിരുന്നു. പ്രേരണാകുറ്റം ചുമത്തിയാണ് ചെയർമാനായിരുന്ന സനീഷ് ജോർജിനെ വിജിലൻസ് പ്രതിയാക്കിയത്. കേസിൽ പ്രതിയായതോടെ പ്രതിപക്ഷം സമരങ്ങളുമായി രംഗത്തെത്തുകയും ഭരണകക്ഷിയായ LDF അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു. 29-ാം തീയതി തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെയാണ് ഇന്ന് രാവിലെ നഗരസഭാ സെക്രട്ടറിക്ക് സനീഷ് ജോർജ് രാജിക്കത്ത് കൈമാറിയത്. അതേസമയം താൻ നിരപരാധിയാണെന്നും തൻ്റെ നാവുപിഴയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് നയിച്ചതെന്നും പറഞ്ഞ സനീഷ് ജോർജ് ഒരു കൗൺസിലർ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചെലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5,999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.